കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് നിരാഹാര സമരം തുടരുന്നു. ഇന്നും വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക നേതാക്കൾ പിന്തുണ അറിയിച്ചെത്തും. എന്നാൽ ജന്തർ മന്ദറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലീസ് നിഷേധിക്കുന്നു എന്നാണ് CJPയുടെ ആരോപണം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിനെതിരെ വലിയ വിമർശനം CJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കുടിവെള്ളം ഉൾപ്പെടെ കട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വിമർശനം. എന്തായാലും സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അത് അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ കർഷകർ ഈ പിന്തുണയുമായി എത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ സമരം ശക്തി പ്രാപിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി പ്രവിത, ദിനം പ്രതി സമരത്തിന് പിന്തുണ പല ദിക്കുകളിൽ നിന്ന്, രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള പിന്തുണ ഈ CJPയുടെ പ്രതിഷേധത്തിന് ലഭിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോക്രോച്ച് ജനതാ പാർട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിലേക്ക് ഒരു പ്രതിഷേധം നടത്തുന്നതും തുടർന്ന് അവിടെ തന്നെ ആ പ്രതിഷേധവുമായി തുടരുന്നതും. ഇത് കുറെ കാലത്തിന് ശേഷമാണ്, ഗുസ്തി സമരത്തിന് ശേഷമാണ് ഇത്തരമൊരു സജീവമായിട്ടുള്ള ഒരു പ്രതിഷേധം ജന്തർ മന്ദറിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് പോലീസിന് പോലും അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇന്നിപ്പോൾ നിരാഹാര സമരവുമായി സോനം വാങ്ചുക് ഇന്നലെയാണ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ രണ്ടാം ദിവസം പിന്നിടുന്നു. എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE വെബ്സൈറ്റ് തകരാർ, അതിലുണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലെല്ലാം തന്നെ ഉത്തരവാദി ധർമ്മേന്ദ്ര പ്രധാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരു ശക്തമായ ആവശ്യമാണ് CJPയും അതിന് പിന്തുണ അറിയിച്ച ജന്തർ മന്ദറിലേക്ക് എത്തുന്ന നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. ആ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഈ ഡൽഹി പോലീസ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, ജലവിതരണം, ഒപ്പം തന്നെ ഈ ശൌചാലയ സൗകര്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കുന്നു എന്നുകൂടി CJP ഇന്നലെ ആരോപിച്ചിരുന്നു. ഇന്ന് രാവിലെ സോനം വാങ്ചുക് സമരവേദിയിലെ യുവാക്കളുമായി സംസാരിക്കുകയുണ്ടായി. അവിടെ നിരവധി പേർ ഇപ്പോഴും രാത്രി ഉൾപ്പെടെ തുടരുന്ന സാഹചര്യമാണ് ജന്തർ മന്ദറിലുള്ളത്. അവരുമായി സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം എല്ലാവരോടും ഇവിടേക്ക് എത്തിച്ചേരണം, കേന്ദ്രത്തിന്, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകണം എന്നൊരു ആഹ്വാനം കൂടി നടത്തിയിരിക്കുകയാണ്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പിന്തുണ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഹാഷ്മി പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.